കേരളത്തില് പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ. ഇന്ന് നമ്മുടെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗവും നടത്തുകയുണ്ടായി. നമുക്കറിയാം, സാധാരണ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് പതിവുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന്റെ മുന്നോടിയായിട്ട് ഗവർണർ പങ്കെടുത്ത പരിപാടി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്ദേ മാതരത്തിന്റെ 2 സ്റ്റാൻസ അത് ബാൻഡ് വാദ്യത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അത് പതിവില്ലാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും സഭയിലുള്ളവരൊക്കെ അത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ, അതായത് ഈ നയപ്രഖ്യാപനം കഴിഞ്ഞു, ചടങ്ങ് കഴിഞ്ഞു, പുറത്തു വന്ന സമയത്ത് നമുക്കറിയാം, ഇപ്രാവശ്യം നമ്മുടെ സഭയിൽ 3 BJP MLA-മാരുണ്ട്. ഈ 3 MLA-മാരിൽ അതിലെ നേതാവായിട്ടുള്ള മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ കണ്ടിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടായി. വാസ്തവത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാനുള്ള ആവശ്യം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നയപ്രഖ്യാപന സമയത്ത്. പക്ഷേ വളരെ ശക്തമായിട്ട് മുഖ്യമന്ത്രി അതിനെ നിഷേധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറയുകയും, ആദ്യത്തെ 2 സ്റ്റാൻസ അത് സാധാരണ പല പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ദേശീയ ഗീതം എന്നുള്ള നിലയ്ക്ക് 2 സ്റ്റാൻസ വേണമെങ്കിൽ ആവാം എന്നുള്ളൊരു നിലപാടെടുക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് ചർച്ചയായിരുന്നു, ഞാൻ പിന്നീട് വരാതെ അവിടേക്ക്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് 2 സ്റ്റാൻസേ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി എടുക്കുകയും അതിന് വിധേയമായിക്കൊണ്ട് 2 സ്റ്റാൻസ മാത്രമായിട്ട് അത് നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിഷയം വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ഉന്നയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ അദ്ദേഹം അത് വാർത്താമാധ്യമങ്ങളോട് ഇക്കാര്യം പങ്കുവയ്ക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം ഉന്നയിച്ചുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ CPM-നും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ടാണ് മുഴുവനായിട്ട് ആലപിക്കാൻ അവസരം കൊടുക്കാതിരുന്ന, അല്ലെങ്കിൽ അത് നിഷേധിച്ചത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം FB പോസ്റ്റിൽ പറയുന്നതും മാധ്യമങ്ങളോട് പറയുന്നതും.